കേരളത്തിൽ ഡ്രൈഡേയുടെ അന്ന് കേരളത്തിൽ ഏത് പഞ്ചായത്തിൽ ഏത് ഗ്രാമത്തിൽ മദ്യം വേണമെങ്കിലും ഞാൻ എത്തിക്കും. ഇതിനകത്ത് ഏറ്റവും വൃത്തികേട് കാണിച്ച ഒരാൾ നമ്മളെ അന്തോണീസ് പുണ്യാളനാണ്. ഒരു പുള്ളി ഒരു മൊണ്ണയാണ്. ഡ്രൈഡേ എടുത്ത് കളയണമെന്ന് ഞാൻ പറയാൻ കാരണം ഡ്രൈഡേ കൊണ്ട് കേരളത്തിൽ എന്ത് ഗുണവും ഇല്ല, ഒരു കാര്യമില്ല. കുടിക്കേണ്ടവനോട് പേരും കുടിക്കും. ഇവരെ മഴയത്തും വെയിലത്തും നിർത്തല്ലേ. നമ്മൾ കടയിൽ പോയിട്ട് നമുക്ക് അങ്ങനെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ കൊണ്ടാണ് കേരളത്തിൻ്റെ വരുമാനം എന്ന് പറയുകയും ചെയ്യും. ചാരായം പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടത്. ലോക്കൽ സാധനമാണ് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം ഇതിൻ്റെ എക്സ്പെൻസും ലാഭവും ബാക്കിയുള്ളതായിട്ട് പോവുക. അങ്ങനെ രോഗികളെ സൃഷ്ടിക്കുക. എന്നിട്ട് മറുവശത്ത് മദ്യത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുക. വല്ലാത്തൊരു വൈരുദ്ധ്യമാണ് ഇത്. ശ്രീനാരായണ ഗുരു ജയന്തി എന്തിനാണ് എടുത്തു കളയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ്റെ ബാറിലോ ഒന്നും ചിലപ്പം ബ്ലാക്കി കിട്ടുമായിരിക്കും. രാജൻ ഭായ് നമസ്കാരമുണ്ട്. നമസ്കാരം. ഈ സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന രണ്ട് മേഖലയാണ്. ഒന്ന് ലോട്ടറിയും പിന്നെ മദ്യവും. മദ്യം 1-ാം തീയതി ലഭ്യമല്ല. അന്നത്തെ ദിവസം ഡ്രൈ ഡേ ആണ്. അതിന് സർക്കാർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ 1-ാം തീയതി എല്ലാവർക്കും സാലറി കിട്ടും. കിട്ടുന്ന സാലറി കൊണ്ട് പോയി ഒരു മാസത്തേക്കുള്ള മദ്യം അവൻ വാങ്ങി കഴിക്കും എന്നൊക്കെയുള്ള ഒരു വികലമായ ചിന്തയുടെ ബാക്കി പത്രമാണ് ഈ 1-ാം തീയതിയിലത്തെ ഡ്രൈ ഡേ എന്ന് പറയുന്നത്. 1-ാം തീയതി ഡ്രൈ ഡേ ആണ് എന്ന് കരുതിയിട്ട് ആരെങ്കിലും മദ്യം കഴിക്കാതിരിക്കും. ഇല്ല, അതിനകത്ത് ഒന്ന് പിന്നെ വരുമാനം കിട്ടുന്ന 2 മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞത് ബിവറേജ് അതുപോലെ മദ്യവും ഇതെന്ന് പറഞ്ഞല്ലോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആങ്ങളെയും പെങ്ങളും പോലെയുള്ള സാധനമാണ്. ബോബനും മോളിയും പോലെ എല്ലാ ബിവറേജ് ഔട്ട്ലെറ്റിൻ്റെയും എല്ലാ ബാറിൻ്റെയും മുമ്പിൽ 2-3 ലോട്ടറി കച്ചവടക്കാർ കാണും. ശ്രദ്ധിച്ചിട്ടുണ്ട് അത്. കാരണം ഇത് തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അപ്പം എടപ്പള്ളിയിൽ ബിവറേജ് സെൻ്റർ ഉണ്ട്. അവിടെ ഇറങ്ങുന്നിടത്ത് തന്നെ 2 ലോട്ടറിക്കാരുണ്ട്. നമ്മളെ തോഷിബ ജംഗ്ഷനടുത്ത് അവിടെ ഇതേപോലെ ഉണ്ട്. 3-4 ലോട്ടറി കച്ചവടക്കാരുണ്ട്. പക്ഷേ ഈ ഡ്രൈ ഡേ എന്ന് പറയുന്നതിനകത്ത് ഭയങ്കര ഇല്ലോജിക്കലായിട്ടുള്ള സാധനമാണ് ഇത്. ഡ്രൈ ഡേ കൊണ്ട് ബാറുകാർക്ക് ഗുണവുമാണ്, പിന്നെ ഇടനിലക്കാർക്ക് ഗുണമാണ്, സർക്കാരിന് നഷ്ടമാണത്. കാരണം ബിവറേജ് കോർപ്പറേഷനോ മദ്യം വിറ്റഴിക്കപ്പെടുന്നില്ല. ബാറിലെല്ലാം ബ്ലാക്കിൽ കിട്ടും. അപ്പോൾ ഏത് 1-ാം തീയതി അതേ സമയത്ത് ശ്രീനാരായണ ഗുരു ജയന്തി അല്ലെങ്കിൽ പിന്നെ ഗാന്ധി ജയന്തി അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരി പേടിയുണ്ട്. നമ്മുടെ തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്ത് ജിനോ എന്ന് പറഞ്ഞ ബാറുണ്ട്. അവിടെ കിട്ടും. അത് പോലീസ് സ്റ്റേഷൻ തൊട്ടിപ്പുറത്താണ്. അതും അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫീസാണ് തൊട്ടിപ്പുറത്തുണ്ട്. എക്സൈസുകാർക്ക് ഇത് അറിയത്തില്ലേ? എല്ലാവർക്കും അറിയാം. അപ്പം ആ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്കിൽ വിൽക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഗുണമുണ്ട്. കാരണം അവിടുത്തെ ഈ സെക്യൂരിറ്റിക്കാർക്കും മറ്റവർക്കും ഒക്കെ എന്തെങ്കിലും ഇച്ചിരി പൈസ കിട്ടുന്ന ഒരു ദിവസമാണ്. പാവങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് പണി എടുക്കുന്നത്. അവർക്ക് രാത്രി നമ്മുടെ വാർത്തയിലൂടെ അത് തീർന്നു കിട്ടിക്കോളും. നമ്മുടെ അല്ല, അതൊന്നും ഇല്ല. അത് അതുങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. ശമ്പളം വളരെ കുറവാണല്ലോ, ടിപ്പേരാണല്ലോ ജീവിക്കുന്നത്. പക്ഷെ അതും സെക്യൂരിറ്റിക്ക് ടിപ്പ് കിട്ടുന്നില്ല. ഇപ്പം ആ ദിവസം സെക്യൂരിറ്റിക്ക് വല്ല പൈസയും 10 രൂപ കിട്ടുന്ന ദിവസം. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈ ഡേ എന്ന് പറയുന്നത് കേരളത്തിൽ ഡ്രൈ ഡേയുടെ അന്ന് കേരളത്തിൽ ഏത് പഞ്ചായത്തിൽ ഏത് ഗ്രാമത്തിൽ മദ്യം വേണമെങ്കിലും ഞാൻ എത്തിക്കും. അതായത് ഞാൻ എത്തിക്കുന്നതാണ്, ഞാൻ ഇതിൻ്റെ സപ്ലയർ ആണെന്നല്ല പറഞ്ഞത്. എവിടെ പോയിട്ട് മദ്യം കിട്ടാത്തൊരവസ്ഥ. കാരണം ഞാൻ സിബിക്ക് അറിയാലോ, ഞാൻ കുറച്ച് ഇപ്പോഴാണ് അതിനൊരു മാറ്റമൊക്കെ വന്നത്. ഞാൻ നന്നായി മദ്യപിച്ചിരുന്ന ഒരാളാണ്. ഓരോ 1-ാം തീയതി ഞാൻ കുടിക്കാതിരുന്നിട്ടില്ല. 1-ാം തീയതിയാണ് ചിലപ്പം നമുക്കിതൊന്ന് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ആ സമയത്ത് 1-ാം തീയതി കുടിച്ചേ അടങ്ങും. അത് പലർക്കും വാശിയാണ്. കാരണം മറ്റു ദിവസങ്ങളിൽ ഒന്നും കുടിക്കാതിരുന്നാലും 1-ാം തീയതി എന്ന ഡ്രൈ ഡേ പിന്നെ ഈ ബിവറേജിന് അവധിയുള്ള ദിവസങ്ങളിൽ അന്നത്തെ ദിവസം അവർക്ക് മദ്യപിച്ചേ പറ്റൂ. അല്ല, അത് വാശിയുടെ പുറത്തല്ല. ഇത് ചില സമയത്ത് നമുക്കൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അന്ന് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ വിളിക്കും. ഞാൻ സംഘടിപ്പിക്കാമെന്ന് പറയും. നമുക്കിത് എല്ലായിടത്തും പോയാലും അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഞാൻ കള്ള് ബിപിൻ, കള്ള് പിന്നെ മുഹമ്മദ്, കള്ള് ഇതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കും. അല്ലെങ്കിൽ ബോട്ടിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 10-15 കോൺടാക്ട് നമ്പർ അങ്ങനെ കാണും. ഇപ്പോഴാണ് ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ സാധനം അത് മൊത്തത്തിലുള്ള സ്ഥിതിയാണ്. ഈ നമുക്ക് ഒരു സാധനം നിഷേധിക്കപ്പെടുമ്പോൾ അന്ന് അതിനോടുള്ള ത്വരയുണ്ടാവും മൊത്തത്തിൽ. പിന്നെ ആ സമയത്ത് കിട്ടാനുള്ള മാർഗമുണ്ട്. വേണ്ട കോവിഡ് കാലഘട്ടത്തിൽ ആലോചിക്കുക. കോവിഡ് കാലഘട്ടത്തിനകത്ത് കോവിഡിൻ്റെ ആ കാലഘട്ടത്തിൽ ഈ സാധനം ഒന്നും അവൈലബിൾ അല്ലല്ലോ. അന്ന് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു ദിവസം പോലും കുടിക്കാതിരുന്നിട്ടില്ല. ആ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉണ്ടാകുമ്പോൾ ഇത് അവൈലബിളാണ്. പിന്നെ നമ്മൾ മിലിറ്ററിക്കാർക്ക് ഈ റൈഡേഡ് അന്നാണ് അവർക്ക് 10 രൂപ കിട്ടുന്നത്. അല്ല, അവരുടെ മറ്റേ ഇത് അന്നാണ് വിറ്റ് പോകുന്നത്. അതെ, ഇവർ റേഷൻ മേടിച്ച ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യൻ മിലിറ്ററിയുടെ നമുക്ക് റെസ്പെക്റ്റ് തോന്നുന്നൊരു കാര്യം, ഇന്ത്യൻ മിലിറ്ററിക്കകത്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ മിലിറ്ററിക്കാർക്ക് സാധനം കൊടുത്തിട്ടാണല്ലോ. അവിടെ ഒരു മിലിറ്ററിക്കാരൻ എത്ര വോട്ടിലുള്ളത്? അതിൻ്റെ അളവ് ഓരോ ഗ്രേഡിനനുസരിച്ചാണ് കൊടുക്കുന്നതിൻ്റെ റേഷൻ. കൃത്യമായിട്ടും 10-12 കിട്ടുന്ന ആളുകളുണ്ട്. ഉണ്ട്. മേജർ റിവേറ്റനൊക്കെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വാങ്ങി വിൽക്കുന്ന രീതി പുള്ളി പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ പെൻഷന് പുറമെ അവരെന്തായാലും നല്ല മദ്യമാണല്ലോ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ബിവറേജ് കിട്ടുന്നതിനൊക്കെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള സാധനം. അതെ, ബിവറേജ് കിട്ടുന്ന ഞാൻ പറയുന്ന വാറ്റ് അനുവദിക്കണം എന്നുള്ളതാണ്. ഈ വരുമാനം നോക്കരുത്. ഈ വരുമാനം നോക്കിയിട്ട് ഇവർ കൊടുക്കുന്നത് 630 രൂപയും കണ്ടെന്നു 1 ലിറ്റർ ജവാനാണ് ഈ സാധാരണക്കാരൻ മേടിക്കുന്നത്. ഈ ജവാൻ മേടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിനകത്ത് 200 ചില്ലാനം പിന്നെ ശതമാനമാണ് ടാക്സ്, ഏകദേശം 300% ടാക്സ് വരുന്നുണ്ട്. പിന്നെ ഇവരെ വെയർ ഹൗസിൻ്റെ എക്സ്പെൻസ്, ലോജിസ്റ്റിക് സംവിധാനങ്ങൾ, ഔട്ട്ലെറ്റിൻ്റെ റെൻറ്റ്, സ്റ്റാഫിൻ്റെ പിന്നെ പൈസ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അത് ലോജിസ്റ്റിക്സ് അത് പെട്ടു. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സാധനത്തിന് ആകെ ഒരു 10-50 രൂപയേ ഉള്ളൂ. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോഫിറ്റും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ 80 രൂപയ്ക്കാണ് 630 രൂപയുടെ സാധനം കൊടുക്കുന്നത്. 80 രൂപയ്ക്ക് 1 ലിറ്റർ കൊടുക്കുന്നു. 1 ലിറ്റർ വെള്ളത്തിന് 20 രൂപയുണ്ടല്ലോ. അപ്പം 60 രൂപയുടെ മദ്യം കൊടുക്കുന്നത്. അതിന് എന്ത് ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്? അത് വളരെ മനുഷ്യൻ്റെ ലിവർ അടിച്ചു പോകുന്ന സാധനമല്ലേ. ഇപ്പം മനുഷ്യന്മാരെല്ലാം രോഗികളൊക്കെ. ഇതിനകത്ത് ഏറ്റവും വൃത്തികേട് കാണിച്ച ഒരാൾ നമ്മളെ അന്തോണീസ് പുണ്യാളനാണ്. ഒരു പുള്ളി ഒരു മൊണ്ണയാണ് സത്യം പറഞ്ഞാൽ. ഊതി കുറിപ്പിച്ച പേരുണ്ട് മൊണ്ണാന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മൊണ്ണ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണല്ലോ. പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായിക്കണമെന്നില്ല, ഇങ്ങോട്ട് മനസ്സിലാവുമല്ലോ. അപ്പോൾ പുള്ളി അധികാരത്തിലേറിയപ്പോഴാണ്, പുള്ളി എപ്പോഴും പുണ്യാളനാണല്ലോ, ആദർശ വിശുദ്ധനാണ്, ഒരു ചെരുപ്പേ ഇടത്തുള്ളൂ. ആള് തെറ്റിദ്ധരിക്കുക, അന്തോണിച്ചൻ. അപ്പോൾ പിന്നെ പുള്ളി ഒരു ചെരുപ്പേ ഇടത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പ്രത്യേക ലാളിത്യത്തിൻ്റെ ആളാണ്. അപ്പം ദോഷമൊന്നുമില്ല, അഴിമതി നടത്തത്തില്ല, കക്കത്തില്ല, പിടിക്കത്തില്ല, ഒന്നുമില്ല. പക്ഷേ ഗുണം എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി 2 പെഗടിച്ചാലും കുഴപ്പമില്ലാന്നേ ഞാൻ പറയുന്നത്. എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യട്ടെ. ഇപ്പോൾ ടി.വി. തോമസ് മദ്യപിക്കുമായിരുന്നു. ഇവിടെ കള്ള് ചത്താൻ പോലും അനുവാദം കൊടുക്കണം എല്ലാവർക്കും. ഞാൻ പറയുന്നത് അത് ഈ അബ്ഗാരി കോൺട്രാക്ടർമാരൊക്കെ റോഫിലക്കാളുടെ റേഞ്ചൊന്നുമല്ല, ഡയസ്പാൻ കലക്കിയ സാധനമാണ് ഇങ്ങോട്ട് വരുന്നത്. ചിറ്റൂർ നിന്നാണ് കള്ള് വരുന്നത് മുഴുവൻ. ഈ കേരളത്തിലുള്ള എല്ലാ കള്ള് ഷാപ്പിലും വിതരണം ചെയ്യാൻ മാത്രം ചിറ്റൂർ എന്തോ ഇത് അവിടുത്തെ തെങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഇതൊന്ന് പൈപ്പിൽ കൂടെ ഊറ്റിയെടുക്കുകയാണോ? ഇത് കുടം വെച്ച് ചെത്തിയിട്ട് തന്നെയാണല്ലോ എടുക്കുന്നത്. ഒരു കുടത്ത് ഇച്ചിരി കിട്ടത്തുള്ളൂ. എൻ്റെ പറമ്പിലേയും കള്ളി എത്താൻ കൊടുത്തിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ക്വാളിറ്റി ഇല്ല. കള്ള് കുടിക്കാൻ, തെങ്ങ് കള്ള് കുടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഡയസ്പാം, പനങ്കള്ള് ഇപ്പോൾ എവിടെയും കിട്ടാനില്ല, പനയില്ല, പനയെല്ലാം വെട്ടിപ്പോയി. ഇതിനകത്ത് ഡയസ്പാം കലക്കിയിട്ടാണ് വരുന്നത്. കുറേ ദിവസം കേടുവരാതിരിക്കുന്ന അവസ്ഥയിൽ ആൾക്കാർക്ക് അത് മതി, വീര്യം കിട്ടണം. 2 ഈ കൊടുക്കുന്ന വിഷം, ഇതെന്ന് പറഞ്ഞാൽ മനുഷ്യനെ രോഗികളാക്കി മാറ്റുക. എന്നിട്ട് ഒരു വശത്ത് വേറെ പോളിസിയും പറയും. അപ്പം അന്തോണീസ് പുണ്യാളൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആൻ്റണി ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. എ കെ ആൻ്റണിയുടെ ചെയ്തൊരു സാധനം എന്ന് പറഞ്ഞാൽ മറ്റ് ഈ വൈകുന്നേരം വരെ പണിയെടുത്ത് കഴിഞ്ഞിട്ട് കള്ള് ഷാപ്പിൽ പോയി സൊറയൊക്കെ പറഞ്ഞിരുന്ന്, രാവിലെ നമ്മൾ ചായക്കടയിലൊക്കെ പോയിട്ട് നാട്ടുമ്പുറത്ത് ആൾക്കാരിരിക്കുന്ന പോലെ കള്ള് ഷാപ്പിലിരുന്ന് അവരെ സൗഹൃദം, അവരെ രാഷ്ട്രീയ ചർച്ചയൊക്കെ ആയി ശുദ്ധമായ കള്ളും കിട്ടുമായിരുന്നു. അന്ന് ഇപ്പോഴത്തെ ഈ ലിമിറ്റേഷനും ഇല്ല. 10 തെങ്ങ് മാത്രമേ ഒരു പറമ്പിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ, അല്ല ഒരു ഷാപ്പിൽ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതൊന്നുമില്ല. 10 തെങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഒരു കള്ള് ഷാപ്പിന് നിലനിർത്താനുള്ള കള്ള് കിട്ടത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ സർക്കാരിന് തന്നെ പുനഃപരിശോധിക്കാൻ പറ്റുന്ന നിയമങ്ങളല്ലേ ഉള്ളൂ. അല്ല, പുനഃപരിശോധിക്കണം. നമ്മളെ അബ്കാരി പോളിസിക്കകത്ത് കാര്യമായ മാറ്റം വേണം. 1, ആരോഗ്യമുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അവർക്ക് ഈ സാധനം കൊടുത്ത് ഇവനെ പിന്നെ കരൾ രോഗിയാക്കി മാറ്റി അവൻ്റെ കുടുംബം തകരുന്നു. 2, ചാരായ നിരോധനം വന്നതിൻ്റെ പ്രശ്നം. കള്ളുഷാപ്പിലല്ല, ചാരായ നിരോധനം. അന്ന് ചാരായ ഷാപ്പിൽ പോയിട്ടാണല്ലോ ഇരിക്കുന്നത്. ചാരായ ഷാപ്പിൽ അന്ന് പോയിരിക്കും. അന്ന് ഈ പാക്കറ്റിലോ ഇതിലൊക്കെ ആയിട്ട് 100 മില്ലി 50 മില്ലി എന്നൊക്കെ പറഞ്ഞടിച്ച് ഇവൻ അവിടെ കുറച്ച് നേരം സൊറയൊക്കെ പറഞ്ഞിരുന്ന് അവിടുന്ന് ടച്ചപ്പായിട്ട് മുട്ടയും പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടും. താറാമുട്ട അതൊക്കെ കിട്ടും. അത് ചാരായ ഷാപ്പ് ഉണ്ടായിരുന്നല്ലോ, ചാരായ ഷാപ്പിലും ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ഇപ്പോൾ അങ്ങനെ ചാരായ ഉണ്ടെന്ന് കൂട്ടിക്കോ. ഇവന് ഇപ്പം പഴയ പോലെ പണിയുമില്ല. ആഴ്ചയിൽ 3 ദിവസമൊക്കെ ആയിരിക്കും പണി ഉണ്ടാകുന്നത്. ഇവന് 800 രൂപ കൂലി കിട്ടുന്നുണ്ടെങ്കിൽ ഇവൻ അവിടെ പോയി കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് അവൻ്റെ ആവശ്യത്തിനുള്ള ചാരായ കുടിച്ച് വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി ബാക്കി പൈസ പെണ്ണുപിള്ളേരെ എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ മേടിച്ച് പോവുകയും പിള്ളേരൊക്കെ എന്തെങ്കിലും പലഹാരം മേടിച്ച് പോവുകയും ചെയ്യുന്ന സ്ഥിതിയിൽ നിന്ന് ഇപ്പോൾ വീട്ടിലോട്ട് സാധനം മേടിക്കത്തില്ല. കാരണം ഇവൻ പണിയെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന പൈസയ്ക്ക് ഇവിടെ കൊടുക്കാനേ ഉള്ളൂ. എന്നിട്ട് കൊടുത്തിട്ട് വിഷമോ വാങ്ങി കുടിക്കുന്നത്. പിന്നെ ഡ്രൈഡേ എടുത്ത് കളയണമെന്ന് ഞാൻ പറയാൻ കാരണം, ഡ്രൈഡേ കൊണ്ട് കേരളത്തിൽ എന്ത് ഗുണമില്ല, ഒരു കാര്യമില്ല. കുടിക്കേണ്ടവനോട് പേരും കുടിക്കും. 2ാമത്തെ കാര്യം അബ്കാരി പോളിസിക്കകത്ത് വേണ്ടത്, ഈ ബിവറേജ് ഔട്ട്ലെറ്റുകൾക്ക് ഞാൻ പറയട്ടെ, ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ അവനൊരു കസ്റ്റമർ കെയർ എന്ന് പറയുന്ന സംവിധാനം വളരെ ഓക്കെ ആയിരിക്കും. ആ കസ്റ്റമർ കെയർ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉപഭോക്താവിനോട് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ കടയിലോട്ട് പോകും. ഇത് ഇവരുടെ മുമ്പിൽ ഓപ്ഷനില്ല. ഇവർക്ക് പിന്നെ ഇവർക്ക് ശമ്പളം കിട്ടുന്ന പോലെ ഇവരുടെ നാണെന്ന് പറഞ്ഞാൽ തന്നെയും വേണേ നീ വെയിലത്ത് വരിയുന്നു, മഴയത്ത് വരിയുന്നു, വേണേ മേടിച്ച് പോയാൽ മതി. കാരണം ഇവന് വേറെ മാർഗ്ഗമില്ല. അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ടാണ് ഈ മദ്യ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ നാണക്കേടായിട്ട് റോഡിൻ്റെ സൈഡിലായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. ഇവൻ രഹസ്യമായിട്ട് പോയി മേടിക്കാനും പറ്റത്തില്ല. പോയിട്ട് വന്നാലും ചിലരൊക്കെ ഹെൽമെറ്റ് ഇട്ട് നിൽക്കും. പക്ഷേ ഇന്നിപ്പോൾ നാണക്കേടൊക്കെ മാറി. ഇന്നിപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ബിവറേജിന് മുമ്പ് ക്യൂ നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ അവനവൻ്റെ നാട്ടിലില്ല. അവനവൻ്റെ നാട്ടിൽ എറണാകുളത്ത് അതുണ്ട്. ബിവറേജ് ഔട്ട്ലെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മേടിക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിലൊന്നും സ്ത്രീയൊന്നും ബിവറേജ് വരിക എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയ്ക്കകത്തൊക്കെ അങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കയ്യേറ്റം ചെയ്യും. ഒരു സമയത്തുണ്ടായിട്ടുണ്ട് ബിവറേജ്
ഇതിൽ പിന്നെ ബിവറേജിന് മുമ്പിൽ ക്യൂ ബിയർ വാങ്ങിക്കാൻ വേണ്ടി വന്നു, കുട്ടിയെ കൊണ്ട് വന്നപ്പോഴത്തേക്ക് പ്രശ്നം. അല്ല, കുട്ടിയെ കൊണ്ടല്ല, ഒരിടത്ത് പെമ്പിള്ളാരി വന്നു, വേറൊരിടത്ത് ഒരുത്തൻ ഭാര്യയെ ക്യൂവിന് നിർത്തി കയ്യേറ്റം ചെയ്തു ആൾക്കാർ. ഒക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള അഭിപ്രായം എനിക്ക്. ഇതൊക്കെ കുറച്ചുകൂടെ വളരെ എന്താ പറയുന്ന ഫ്ലെക്സിബിളായിട്ട് പോകണം. പക്ഷേ ഇവരെ മഴയത്തും വെയിലത്തും നിർത്തല്ലേ. നമ്മൾ കടയിൽ പോയിട്ട് നമുക്ക് അങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ കൊണ്ടാണ് കേരളത്തിൻ്റെ വരുമാനം എന്ന് പറയുകയും ചെയ്യും. ഈ അബ്കാരി പോളിസിക്കകത്തുണ്ടാകുന്ന ഏറ്റവും വലിയ കുഴപ്പമാണ്. ഇപ്പോൾ ഗോവയിൽ പോകുമ്പോൾ ഗോവയിൽ ഏതെങ്കിലും ഒരുത്തം വെള്ളം അടിച്ച് റോഡ് സൈഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ നോക്കേ വേണ്ട അവൻ മലയാളിയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അല്ല, അവൻ മലയാളിയാണ്, അവന് മാന്യമായിട്ട് ഇവിടുന്ന് കുടിക്കാനുള്ള അവസരമില്ല. ഒളിഞ്ഞും പാത്തും ഒക്കെ പോയി മേടിക്കണം, ഈ ക്യൂവിൽ നിൽക്കണം, ഹെൽമെറ്റ് വെച്ചാൽ ക്യൂവിൽ നിൽക്കാം, മുഖം കാണിക്കാതെ സ്വന്തം നാട്ടിലാണെന്നുണ്ടെങ്കിൽ. അത് തന്നെ പോകാൻ പറ്റത്തില്ല. രാഷ്ട്രീയ നേതാക്കന്മാർ. എനിക്കൊരു ഫാം ഉണ്ടായിരുന്നു. ആ ഫാമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയോടുള്ള ഭ്രാന്ത് കൂടിയിട്ട് ഫാം ഹൗസ് തുടങ്ങിയാണ്. ഈ ഫാം ഒന്നാണ്ട് ഫാം ഹൗസ് അല്ല, അല്ലാതെ എൻ്റെ ഒരു സംവിധാനം. അവിടെ വരാത്ത കഴിഞ്ഞ ദിവസം അജയ് തറയിൽ പറഞ്ഞല്ലോ ഖത്തറിട്ടൊരു കുടിക്കത്തില്ലെന്ന്, ഖത്തറിട്ടൊരു ബിവറേജിൽ പോകത്തില്ലെന്ന്. ഖത്തറിട്ടൊരു ബിവറേജിൽ പോകത്തില്ല, അവരവരെ ഡ്രൈവറെ കൊണ്ട് മേടിപ്പിക്കും. കാരണം എനിക്കന്നൊന്നും ഫ്രീ ആയിരുന്നു. കാരണം ഇവർ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർ, അതായത് മുസ്ലിം ലീഗുകാരും ഈ CPIക്കാരും ഒന്നും അല്ലാത്ത BDGSകാർ, BJPക്കാർ, കോൺഗ്രസ്സുകാർ, പിന്നെ CPMകാർ, ഇവരെല്ലാം മാറി 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 നമ്മളടുത്ത് എല്ലാം മിക്ക ദിവസവും നമുക്ക് അങ്ങനെയാണ് ഞാനിത് വല്ലാതെ ആൽക്കോളിക് സ്റ്റേജിലേക്ക് പോയത്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയിട്ടൊന്നും ഇരിക്കാൻ സ്ഥലമില്ല. അവർക്ക് ഈ സാധനം കഴിക്കാൻ ജനങ്ങളുടെ ഇടയിൽ മോശം എന്നുള്ള സ്ഥിതി വരികയാണ്. ആ ഒരു പ്രതിച്ഛായ മാറ്റിയെടുക്കുകയും വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഇപ്പോൾ ഗൾഫിൽ മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നന്നായി കുടിക്കുന്നവരുണ്ടല്ലോ. സൗദിയിൽ വരെ കിട്ടും. ദുബായിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്, എല്ലാ സ്ഥലങ്ങളിലും തന്നെ മദ്യം അവൈലബിൾ. ദുബായിലൊക്കെ പക്ഷേ കേരളത്തിനേക്കാൾ വിലക്കുറവാണ്. വിലക്കുറവാണ്. പക്ഷേ അവിടെ ആരെങ്കിലും കുടിച്ച് വഴിയരികെ കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളിവിടെ റോഡ് സൈഡിൽ എത്ര പേരെ കാണുന്നു. ദുബായിൽ ചില മലയാളികളൊക്കെ ഈ ദീറ സൈഡിലൊക്കെ കിടന്ന് അഭ്യാസം കാണിക്കുന്നുണ്ടോ? മലയാളികൾ മാത്രമേ കാണിക്കാറുള്ളൂ, പക്ഷെ വേറെ ആരും കാണിക്കാറുള്ളൂ. അത് മലയാളിയുടെ പൊതു സ്വഭാവത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. ഇതിവിടെ ശീലിച്ചു പഠിച്ചതല്ലേ പാടത്തുള്ളൂ. പിന്നെ ഇപ്പം ഗോൾഫ് ക്ലബ്ബിൽ, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയത്തില്ല. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രവീണോട് തന്നെ ചോദിക്കണം, അവൻ വന്നിട്ട് വല്ല മാറ്റവും വന്നിട്ടുണ്ടോന്ന് അറിയത്തില്ല. പിന്നെ ഇപ്പോൾ ഗോൾഫ് ക്ലബ്ബ് ഇങ്ങനെയുള്ള സംവിധാനം ക്ലബ്ബിൽ മദ്യം ഉണ്ടായിരുന്നു അവിടെ. അത് വലിയ വിവാദമായതല്ലേ പ്രസ് ക്ലബ്ബിലെ. പ്രസ് ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളുടിക്കാനുള്ള സ്ഥലമായിരുന്നു. വൈകുന്നേരമായി കഴിഞ്ഞാൽ വൈകുന്നേരം പകലും അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ എനിക്കൊന്ന് റോട്ടറി ക്ലബ്ബ് അല്ലാത്ത വേറെ സംവിധാനം ഉണ്ടല്ലോ, നമ്മുടെ ഒരു ക്ലബ് സംവിധാനം ഉണ്ട്. അബ്കാരി ട്രിവാൻഡ്രം ക്ലബ്ബാണോ? ട്രിവാൻഡ്രം ക്ലബ്ബല്ല, മൊത്തത്തിൽ കേരളത്തിൽ വ്യാപകമായിട്ടുള്ളൊരു പിന്നെ സംവിധാനം ഉണ്ടായിരുന്നു. സമ്പന്നരുടെ മാത്രം. അവർക്ക് വൈകുന്നേരം അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കുടിക്കാം. കുറച്ചുകൂടെ എക്കണോമിക്കലുമാണ്. ബാറിലൊന്നും പോകണ്ട. സാധാരണക്കാരന് ഈ മാർഗ്ഗമില്ല. ഈവൻ ബീവറേജ് ബാറിൽ പോയി കുടിക്കാനുള്ള പൈസ അവൻ്റെ കയ്യിലില്ല. ഈവൻ 2-3 പേര് ചേർന്നിട്ട് ലിറ്റർ മേടിച്ചിട്ട് ഏതെങ്കിലും കലിങ്ങിൻ്റെ സൈഡിലോ പാടത്തിൻ്റെ വരമ്പത്തോ അല്ലെങ്കിൽ രാത്രി അടച്ചിടുന്ന കടയുടെ തിണ്ണയിലോ ഒക്കെ ഇരുന്നിട്ടാണ് കുടിക്കുന്നത്. മാത്രമല്ല ബിവറേജിൻ്റെ ഔട്ട്ലെറ്റുകളുടെ അവിടെ പോയി നോക്കിയേ, പരസ്യ മദ്യപാനം നടക്കുന്നില്ലേ അവിടെ ആളുകൾ. കാരണം ആളുകൾ ഇത് ഈ വിഷം കുടിച്ച് ഇതിന് അഡിക്റ്റായി. സത്യത്തിൽ ചാരായം പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടത്. ചാരായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറ്റുചാരായം കുറച്ചുകൂടെ പ്യൂറാണ്. വാറ്റുചാരായം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതിനകത്ത് നമ്മുടെ നാട്ടിലൊക്കെ ലഭിച്ചുള്ള ചാരായം എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് മിക്സ് ചെയ്തെന്നല്ലേ? അത് മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ പഴങ്ങൾ വിട്ടിട്ട് ഈസ്റ്റ് വിട്ടിട്ട് കുറേ ദിവസം വെച്ചിട്ട് വാറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല സാധനമാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ കരളടിച്ചു പോകത്തില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ലോക്കൽ സാധനമാണ് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം ഇതിൻ്റെ എക്സ്പെൻസും ലാഭവും ബാക്കിയുള്ളതായിട്ട് പോവുക. അങ്ങനെ രോഗികളെ സൃഷ്ടിക്കുക. എന്നിട്ട് മറുവശത്ത് മദ്യത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുക. വല്ലാത്തൊരു വൈരുദ്ധ്യം ഇത്. ഇതിന്ന് ഒഴിച്ചു കൊടുക്കുക. വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പം ഞാനൊരു കല്യാണത്തിന് പിന്നെ പോയ സമയത്ത് നിലമ്പൂരാണ്. എൻ്റെ ഒരു സുഹൃത്താണ്, അവൻ ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, നിനക്ക് ജോണി വാക്കർ വേണോ ജെയിംസ് വാക്കർ വേണോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ ജെയിംസ് വാക്കറെ കേട്ടിട്ടില്ല, ജോണി വാക്കർ കേട്ടിട്ടുണ്ട്, ജോണി വാക്കർ കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവിടെ ഒരു ജെയിംസ് എന്ന് പറയുന്ന ചേട്ടൻ വാറ്റിയെടുക്കുന്നതാണ്, അത് ജെയിംസ് വാക്കർ. അപ്പോൾ നമ്മളെല്ലാം നാട്ടിലും വാറ്റി കിടക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അതേസമയം ഇത് കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ട് കൊടുക്കുകയും നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുകയും ഡ്രൈ ഡേ എടുത്ത് കളയുകയും ഡ്രൈ ഡേക്ക് ആരൊക്കെ കുടിക്കാതിരിക്കുന്നത്? കുടിക്കേണ്ടവൻ ഏത് ഡേ കൊണ്ടാലും കുടിക്കും. ഞാൻ പറഞ്ഞല്ലോ, കോവിഡ് കാലത്ത് ഈ സാധനം ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. സുലഭമായിരുന്നു കോവിഡ് കാലത്ത്. കാരണം ലോക്ക്ഡൗൺ വീട്ടിലിരുന്ന് മാറ്റിയ ആളുകളുണ്ട്. മലയാളികൾ കോവിഡ് കാലത്ത് മലയാളികളിൽ മദ്യപിക്കുന്നവരെല്ലാം പുതിയ ഒരു പിന്നെ സംഭവം പഠിച്ചു, മാറ്റാൻ പഠിച്ചു. അവരെ സ്വന്തമായിട്ട് പഠിച്ചു. അവർ വേറൊന്നും പഠിച്ചില്ല. അവർ ആ സമയത്ത് പിന്നെ വേറൊരു പണിയും പഠിച്ചില്ല. പിന്നെ വൈകുന്നേരത്തെ പുള്ളിയുടെ കലാപരിപാടി ഏത് 6 മണിയുടെ വാർത്താ സമ്മേളനം. നിങ്ങൾ കുളിച്ചതിന് ശേഷം തല തോർത്തണം,
നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകണം അങ്ങനെ സാരോപദേശമായിരുന്നു. ഡ്രൈ ഡേ മാറ്റുന്നതായിരിക്കും ഏറ്റവും ഉചിതം അല്ലേ? ഡ്രൈ ഡേ പ്രത്യേകിച്ച് ഡ്രൈ ഡേ കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം ആർക്കും കിട്ടുന്നില്ല, നഷ്ടമേ ഉള്ളൂ. ജനങ്ങൾക്കും കിട്ടുന്നില്ല, സർക്കാരിനും കിട്ടുന്നില്ല. പക്ഷെ സർക്കാരിന് അതിന്റെ നികുതി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നികുതി നഷ്ടപ്പെടുക അല്ല, ഭാరీ സാധനം പോയാലും സർക്കാരിന്റെ നികുതി പോകുന്നൊന്നുമില്ല. പക്ഷേ ഈ കുടിക്കുന്നവന്റെ ഈ സാധാരണക്കാരനായ ആൾക്കാർ അവനൊന്നും കുടിക്കാതിരിക്കുന്നില്ല. അവനന്ന് ഇരട്ടി പൈസ കൊടുത്തിട്ട് ബിവറേജിൽ നിന്നാണെങ്കിൽ അവന് കിട്ടുന്ന 300 രൂപയുടെ സാധനമാണെങ്കിൽ ആ 300 രൂപയുടെ പൈൻറ്റ് 150 രൂപ 450 രൂപ വാങ്ങിക്കണം. 450 രൂപ ഒന്നല്ല, 800 രൂപ 700 രൂപ ഒക്കെയാണ് അന്നത്തെ ദിവസം വരുന്നത്. ഞാനിങ്ങനെ വാങ്ങിയിട്ടുള്ളതാണല്ലോ, ഇപ്പോഴത്തെ വരെ എനിക്കറിയത്തില്ല, ഇപ്പം നിർത്തിയുണ്ട്. അപ്പം ഇതാണ് സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ഈ സാധാരണക്കാരൻ്റെ കുടുംബങ്ങളാണ്. ഇവൻ അന്ന് കടം മേടിച്ചിട്ടായിരിക്കും ഈ പൈസ ഉണ്ടാക്കുന്നത്. പിന്നെ 2 ദിവസം പണിക്ക് പോയിട്ട് വേണമെങ്കിൽ കടം വീട്ടാൻ, അപ്പോഴത്തേക്കും വീട്ടിൽ പിന്നെയും പട്ടിണിയാണ്. ഇതാണ് സ്ഥിതി. ഡ്രൈ ഡേ എടുത്ത് കളയുന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം. ഡ്രൈ ഡേ മാത്രമല്ല, ഇനിയിപ്പോൾ മദ്യനിരോധന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീനാരായണ ഗുരു ജയന്തി എന്തിനാണ് എടുത്ത് കളയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ്റെ ബാറിലോ ഒന്നും ചിലപ്പം ബ്ലാക്കിൽ കിട്ടുമായിരിക്കും. അതാലോചിച്ച് നോക്കണം. മദ്യം പിന്നെ കുടിക്കരുത്, വിൽക്കരുത്, അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. വാങ്ങരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ടോ? വെള്ളാപ്പള്ളി അഫ്ഗാനി നടത്തുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അച്ചായന്മാരെല്ലാം 2 അടിക്കുമെന്നൊക്കെ പറഞ്ഞാലും ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് രാവിലത്തെ കുർബാനയ്ക്ക് പോയിട്ട് വന്നിട്ട് അടി തുടങ്ങും. ഇറച്ചി മേടിച്ച് അതും പിന്നെ കപ്പയും മേടിച്ച് അടി തുടങ്ങും. പക്ഷേ യഥാർത്ഥത്തിൽ ക്രൈസ്തവ ദർശനം എന്ന് പറഞ്ഞാൽ മദ്യത്തിനെതിരെ തന്നെയാണ്. പക്ഷേ കേരളത്തിലെ അബ്കാരി കോൺട്രാക്ടർമാരിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനകത്തൊക്കെയുള്ളൊരു വലിയ വൈരുദ്ധ്യമുണ്ട്. പണം പലിശയ്ക്ക് കൊടുക്കരുതെന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ തൃശ്ശൂർ കുന്നംകുളം ഭാഗത്താണല്ലോ ഏറ്റവും കൂടുതൽ ചിട്ടിക്കമ്പനികളുള്ളത്. ഏറ്റവും കൂടുതൽ നടത്തുന്നത് നസ്രാണികളാണ്. ഇത് രണ്ടും ഫാക്റ്റാണ്. ഇതിനകത്തൊക്കെ ഉള്ളത് ചുമ്മാതെ ഇതൊരു ഗുണവുമില്ല. കാരണം ചാരായ നിരോധനം പോലും പിൻവലിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ആന്റണി ചുമ്മാ അങ്ങ് കൊണ്ടുവന്നു. അന്ന് കൊണ്ടുവന്നപ്പോൾ സ്ത്രീകളുടെ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് കൊണ്ടുവന്നത്. അന്ന് കുറേ സ്ത്രീകൾ അതിനകത്ത് എൻ്റെ ഭർത്താവിൻ്റെ ചാരായം കൂടി അങ്ങ് നിൽക്കുമല്ലോ എന്ന് എഴുതി. പക്ഷേ 100 രൂപയ്ക്ക് ചാരായം കുടിച്ചോ പിറ്റേന്ന് തൊട്ട് 500 രൂപയുടെ സാധനം പിന്നെ മേടിച്ച് കഴിക്കുന്നത്. ഇത് റിസൾട്ട് ഓറിയൻറ്റഡ് അല്ല, ക്രിയേറ്റീവ് അല്ല. നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് ഏറ്റവും പിന്നെ ഇസ്ലാമിക നിയമപ്രകാരം ഏറ്റവും വലിയ ഹറാമാണ്. എന്തുകൊണ്ടാണ് ബഹ്റൈനിലും ഖത്തറിലും UAE-യിലും ഒക്കെ ഈ സാധനം അവൈലബിൾ ആവുന്നത്? സൗദിയിൽ പോലും മക്കയും മദീനയും ഒഴിച്ചുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഇതിന് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടും. സൗദി അറേബ്യക്കകത്ത് റിയാദിലോ ജിദ്ദയുടെ അടുത്താണോ അവിടെ ഇവരുടെ ആർമി ബേസ് ഉണ്ട്. അമേരിക്കൻ ആർമി ബേസ് ഈ പിന്നെ സൗദി അറേബ്യയിലും അമേരിക്കൻ ആർമി ബേസിൽ അവർക്ക് കുടിക്കണം, അവർക്ക് പന്നിയിറച്ചി കിട്ടണം. അത് കണ്ടീഷൻ വെച്ചിട്ട് ആർമി ബേസ് ഇല്ലാന്നുണ്ടെങ്കിൽ നീ തന്നെ പണി നോക്കി പോയിക്കോ, ഞങ്ങൾ ഇവിടുന്ന് പോയി പട്ടാളത്തെ വലിക്കാമെന്ന് പറയും. അപ്പം അങ്ങനെയുള്ള കാലത്ത് ജീവിക്കുമ്പോൾ പുതിയ കാലത്ത് അഭിസംബോധന ചെയ്യാൻ നമ്മുടെ തലമുറകളെ ഈ MDMA-യിലേക്കും ഇതിലേക്കൊക്കെ പോകുന്നതെന്ന് പിൻവലിക്കാൻ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുകയും ഈ ഡ്രൈ ഡേ ഒക്കെ എടുത്ത് കളയുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം.